ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, ലെമൺ റൈസ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ മസ്കറ്റിൽ കിട്ടുന്ന ഒരു റൈസ് ഉണ്ട്, ഈഗിൾ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ആ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നോർമൽ വൈറ്റ് റൈസ് ആണ് അത്. പിന്നെ നോർമലി ലെമൺ റൈസും കാര്യങ്ങളും പൊന്നേരി അങ്ങനെ അല്ലേ ഉണ്ടാക്കുക. അപ്പം ഞാനിന്ന് ഈ ഈഗിളിൻ്റെ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ലെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, എന്നിട്ട് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ റൈസ് പൗഡർ, ലെമൺ റൈസ് പൗഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ലെമണിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പും തുവരപ്പരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലൂടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലെമൺ റൈസ് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ലെമൺ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോർമലി വൈറ്റ് റൈസ് വെച്ചിട്ടും ലെമൺ റൈസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് മീൻ വറുത്തതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് മീനില്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ട്, വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.